ഇഷാനിക്കുട്ടീന്റെ സ്റ്റോറി കേൾക്കാൻ നമുക്കിന്ന്. പറഞ്ഞോ. ഒരു കാട്ടിൽ തക്കുവും മിക്കുവും ഉണ്ടായിരുന്നു. കുരങ്ങച്ചനും മുയലും. ഒരു ദിവസം മുയലച്ചൻ പറഞ്ഞു കുരങ്ങച്ചനോട്, കുരങ്ങച്ച എനിക്ക് ആ മാമ്പഴം പറിച്ചു തരും. കുരങ്ങച്ചൻ പറഞ്ഞു, ഞാൻ കുരങ്ങച്ചൻ അഹങ്കാരിയായിരുന്നു. കുരങ്ങച്ചൻ ചാടി മരത്തെ കയറിയപ്പോ മാമ്പഴം ഓരോരോയായി വീഴുന്നു. അത് മുയലൊക്കെ അകത്താക്കി. അത്രേ ഉള്ളൂ. നല്ല സ്റ്റോറിയാണല്ലോ. അൻവിത കുട്ടി അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. മുതലയും മങ്കിയും ഉണ്ടായി. അപ്പോൾ ഒരു വലിയ മാനം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മുതല ചോദിച്ചു, നീ എന്തിനാ കരയുന്ന ചോദിച്ചു. അപ്പോൾ മിത്രം ചോദിച്ചു, ഈ ക്യാരറ്റ് ഉണ്ടായിരുന്നു, അത് തിന്നു. അപ്പോൾ ഒരു അവരുടെ ഭർത്താവിന് ബായി കൊടുത്തു. അപ്പോൾ ഒരു വലിയ മാൻ വരുന്ന, അപ്പോൾ വലിയ കാട്ടും വരുന്നു. അപ്പൊ ഒരു ചുമല കട്ടുകൊണ്ടുപോയി. അപ്പോളില്ലേ ഒരു മൃഗം വല്ലായി. അപ്പോളില്ലേ അവൻ തുള്ളി ചാടി. കഴിഞ്ഞാ? എന്താ ലുബാബ കുട്ടി സ്റ്റോറി പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. ലുബാബ. പണ്ട് ഒരു മണ്ണാങ്കാട്ടിയും ചെടിയിലും ഉണ്ടായിരുന്നു. അപ്പൊ മണ്ണാങ്കാട്ട് പറഞ്ഞു, നമുക്ക് കാശിക്ക് പോവാന്ന്. അപ്പം ചെടിയിലെ പറഞ്ഞു, ആ നാളെ തന്നെ പോവാണ്. അപ്പൊ നാളത്തെ രാത്രി തിരിച്ചവൻ. അപ്പോൾ നടന്ന് അങ്ങ് പോകുമ്പോ ഒരു കാറ്റ് വരാൻ തുടങ്ങി. അപ്പം ചെടിയില് പറഞ്ഞു, കാറ്റ് വന്നാ പറന്ന് പോവേ. അപ്പം മണ്ണാങ്കാട്ട പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ ഇതെന്ന്. അപ്പൊ മണ്ണാങ്കാട്ട ചാടി ചെടിയിലെ മേത്ത് കയറി. അപ്പം കാറ്റ് കൊള്ളാതെ മണ്ണാങ്കാട്ട രക്ഷപ്പെട്ടു. കാറ്റ് പോയിട്ട് മണ്ണാങ്കാട്ട താഴെറിയത്. അപ്പം വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പം വലിയ മഴ പെയ്യുന്നു. അപ്പോൾ മണ്ണാങ്കാട്ട പറഞ്ഞു, മഴ പെയ്താ ഞാൻ അലിഞ്ഞു പോകുന്നേ. അപ്പം ചെടിയിലെ മണ്ണാങ്കാട്ടന്റെ മേത്തേറി കൊട പോലെ നിന്ന്. അപ്പം മണ്ണാങ്കാട്ട രക്ഷപ്പെട്ടു. അപ്പം വീണ്ടും പോയി നടന്നു. അപ്പൊ പിന്നെ മഴയും കാറ്റും ഒന്നിച്ച് വന്ന്. അപ്പൊ പിന്നെ ചെടിയിലെ പറന്നും പോയി കാറ്റത്ത്, മണ്ണാങ്കാട്ട അലിഞ്ഞും പോയി. കഴിഞ്ഞു. നല്ല സ്റ്റോറി മുഴുവനും പറഞ്ഞല്ലോ. ഗുഡ്. ക്ലാപ്പ് കൊടുത്തു. ഓക്കെ. നിതാഷക്കുട്ടി എന്താ എഴുതുവന്നല്ലോ. എന്താ എഴുതുന്നു നിതാഷക്കുട്ടി? ഹോംവർക്ക് ചെയ്യുവാണോ? സ്റ്റോറി പറയുന്നുണ്ടോ?
ഒരു കുട്ടി ഉണ്ടായിരുന്നു. പുലി വരണേ പറഞ്ഞിട്ട് എല്ലാരെയും പറ്റിക്കും. എന്നിട്ട് പറമ്പിയായിരിക്കും കുഞ്ഞിനെ പുലി കടിക്കുന്നതായിരിക്കും. എന്നിട്ട് ഓടി പോകുമ്പോ പറ്റിച്ച് പറഞ്ഞിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് വന്നിട്ട് അങ്ങനെ തന്നെ കളിക്കും. എന്നിട്ടും കുഞ്ഞ് ഒന്നുമില്ല വന്നിട്ട് പിന്നെ ഒരു ദിവസം അങ്ങനെ തന്നെ വരുമ്പോ എല്ലാരും കുഞ്ഞിനെ കടിക്കില്ല, ഒറ്റ പറ്റിച്ചാണ് ചിത്തി പോന്നില്ല. ആരും രക്ഷിക്കാൻ വന്നില്ല അല്ലേ? നല്ല സ്റ്റോറി. ക്ലാപ്പ് എടുത്തേ. ഇഷാനി എണീറ്റ് പോയോ അവിടുന്ന്? അവിടെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എല്ലാം സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞു. ഇനി മിസ് സ്റ്റോറി പറയണോ അല്ലേ? മിസ്സിന് ആ സ്റ്റോറി ഒന്നും അറിയേയില്ല. നിങ്ങൾ നല്ല സ്റ്റോറി എല്ലാം പറയുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, മിസ് സ്റ്റോറി പറയാം. Once upon a time, there was a farmer. ഓക്കെ, ഒരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. He had 2 sons. ആ കൃഷിക്കാരന് 2 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. They were very lazy ones. അവരെന്തായിരുന്നു? ഭയങ്കര മടിയന്മാരായിരുന്നു. The farmer worked very hard. ഈ കൃഷിക്കാരൻ വളരെ കഠിനാധ്വാനം ചെയ്താണ് തൻ്റെ മക്കളെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കള് വലുതായെങ്കിലും അവർ ഭയങ്കര മടിയന്മാരായിരുന്നു. So one day the farmer had a big courtyard. ഓക്കെ, മീൻസ് ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെയുള്ള വലിയ തോട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ one day the farmer felt very tired. ഫാർമറിന് ഭയങ്കര ക്ഷീണം തോന്നി. അദ്ദേഹത്തിന് പ്രായമായി, ഇനി പണിയെടുക്കാനൊന്നും വയ്യ, ഭയങ്കര ക്ഷീണമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൺസിനെ വിളിച്ചിട്ട് പറഞ്ഞു, യു ടു ഹാവ് ടു കം വിത്ത് മീ ടു വർക്ക് എന്നൊക്കെ പറഞ്ഞു നോക്കി. നിങ്ങളും എൻ്റെ കൂട്ടത്തിൽ വരണം, ജോലി ചെയ്ത് വേണം ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ മടിയന്മാരോട്ട് അനങ്ങുന്നേ ഇല്ല. സോ വൺ ഡേ ദ ഫാർമർ ടോൾഡ് ദം എ സീക്രട്ട്. ഒരു ദിവസം ഫാർമർ അദ്ദേഹത്തിൻ്റെ മക്കളോടൊരു കാര്യം പറഞ്ഞു. I have put some treasure in the corner of my land. കൃഷിക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൃഷിഭൂമിയുടെ ഒരു സൈഡിൽ ഒരു നിധി ഒഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ the 2 sons felt very happy. ആ 2 ആൺമക്കൾക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ നിധി ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫാമർ പറഞ്ഞു, എവിടാന്ന് ഞാൻ പറഞ്ഞു തരില്ല, യു ഹാവ് ടു ഡിഗ് ഡീപ്പ്. നിങ്ങൾ പോയി ആ കൃഷിയിടമെല്ലാം കിളച്ച് നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. കിളയ്ക്കുമ്പോൾ നല്ല ആഴത്തിൽ കിളയ്ക്കണം. അതോടൊപ്പം ഞാൻ അവിടെ നട്ടിട്ടുള്ള ഒന്നിൻ്റെയും വേരൊന്നും കളയരുത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ മടിയന്മാർ രണ്ടും വിചാരിച്ചു, ആ നിധി കിട്ടുവാണെങ്കിൽ, ട്രഷർ കിട്ടുവാണെങ്കിൽ they don't have to work at all. അവർക്ക് പിന്നെ ഒരു ജോലിയും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് the next day morning they went out to the courtyard. അടുത്ത ദിവസം അവരവരുടെ കൃഷിഭൂമിയിലേക്ക് പോയി. And then they worked very hard in the land. അവർ ആ ഭൂമിയിൽ നന്നായിട്ട് കിളച്ചു നോക്കി. കുറേ കിളച്ചിട്ടൊന്നും കണ്ടില്ല. Okay, so they digged deep and so many days it took. അവർ 2-3 ദിവസം എടുത്തു അത് മുഴുവനും കിളയ്ക്കാൻ. നല്ല ആഴത്തിൽ കിളച്ചു നോക്കി എവിടെയെങ്കിലും ട്രഷർ ഉണ്ടോയെന്ന്. പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ട്രഷറൊന്നും കണ്ടില്ല. But after a few days they found all the mango trees and so on were filled with so many fruits. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലുള്ള എല്ലാ മരങ്ങളും നിറയെ പഴങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് അവർക്ക് കാണാൻ സാധിച്ചു. എല്ലാ വർഷവും ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വിളവ് അവർക്ക് ആ വർഷം ലഭിച്ചു. Then the farmer told his sons to take the fruits to the market. ഫാർമർ പറഞ്ഞു, നിങ്ങൾ ഏതായാലും അവിടെയുള്ള ആ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റോളാൻ പറഞ്ഞു. They took it to the shopkeeper and
സോൾഡ് ഇറ്റ് ഔട്ട്. അവരത് കച്ചവടക്കാരനെ കൊണ്ടുപോയി വിറ്റു. എന്നിട്ടോ അവർക്ക് കുറെ പൈസ കിട്ടി. ആൻഡ് വെൻ ദ റീച്ച്ഡ് ബാക്ക്, ദ ഫാർമർ ടോൾഡ് ദം ദിസ് വാസ് ദ ട്രഷർ ഐ ടോൾഡ്. അവരോട് ഫാർമർ പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞ നിധി. നിങ്ങൾ അവിടെ കിളച്ച് മറിച്ചത് കൊണ്ടാണ് ഈ വർഷം നമുക്ക് ഇത്രയും വിളവ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് നല്ല പൈസയും കിട്ടി. അപ്പോൾ യു ഹാവ് ടു വർക്ക് ഹാർഡ്. Don't be too lazy. You should work hard. Then only you will get the profit from it. അപ്പോൾ അദ്ദേഹം തൻ്റെ ആൺമക്കളോട് പറഞ്ഞു, മടിയന്മാരായിരിക്കാൻ പാടില്ല. നന്നായിട്ട് ജോലി ചെയ്തെങ്കിൽ മാത്രമേ എന്തുള്ളൂ, അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള നിധി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ കഥയിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നേ? വി ഷുഡ് നോട്ട് ബി ലേസി. വി ഹാവ് ടു വർക്ക് വെൽ, അല്ലേ? നിങ്ങളിപ്പോൾ എന്താ ചെയ്യണ്ടേ? നിങ്ങളോട് എഴുതി പഠിക്കാൻ പറയുമ്പോൾ എന്താ ചെയ്യണ്ടേ? മടി കാണിക്കാതെ നല്ല കുട്ടികളായിട്ട് എഴുതി പഠിക്കുക, അല്ലേ? അതൊക്കെയല്ലേ നമുക്ക് ചെയ്യേണ്ടത്, ആണോ? യെസ്. ലുബാബ, കൈ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. നല്ല ഭംഗിയിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടല്ലോ. യാ, വെരി ഗുഡ്. നല്ല ഭംഗിയുണ്ടേ. ലുബാബ മിസ്സിനെ കാണിച്ചു തരുമായിരുന്നു കയ്യിൽ മെഹന്തി ഇട്ടത്. നിതാഷിന്റെ കയ്യിലും ഉണ്ടാ? ഇല്ല, നിതാസ കയ്യെ നോക്കുന്നുണ്ട്. ഇന്ന് 4 ആളെ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം എന്തിയെ ബാക്കി? ഫ്രണ്ട്സ് എല്ലാം എവിടെ പോയി? 1 2 3 4 അല്ലല്ലോ ബാബ? ഓൺലി 4. ഇഷാനി, അൻവിത, നിതാഷാൻ, ലുബാബ. ഓൺലി 4. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്? അൻവിത കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ഒന്നുമില്ല, എന്തോ പറയുന്നത് കേട്ടായിരുന്നു മിസ്. എന്താ പറഞ്ഞേ? മെഹന്തി ഇട്ടില്ല എന്നാണോ പറഞ്ഞേ? ബെഡിൽ കിടക്കുക? ഉറങ്ങിപ്പോവല്ലോ എങ്ങനെയാണെങ്കിലും കുറച്ച് കഴിയുമ്പോ. ഇത് കഴിഞ്ഞിട്ട് വേണം മോട്ടു പക്രു കാണാൻ. മോട്ടു പക്രുവിനെ മറക്കൂല അല്ലേ? എല്ലാ ദിവസം കാണലുണ്ടാ? എന്നാ മോട്ടു പക്രുവിനകത്തെ കഥ പറഞ്ഞതാ. പണ്ട് പണ്ടൊരു വലിയ ചങ്ങാതി അവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കള്ളം കിടന്നു, കള്ളം കട്ടോണ്ട് പോയി. അപ്പൊ പോലീസ് വരുന്നു. ചിങ്ങസാറെ വിളിച്ചു. അപ്പോൾ വലിയ അവര് കട്ടോണ്ട് പോയിട്ട് അവര് പോയി. ആയിക്കോട്ടെ, ഹോംവർക്ക് എല്ലാം ചെയ്തെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ മോട്ടു പക്രു എല്ലാം കാണുന്നേ. അതെ. കൊച്ചു ടിവിയിൽ വേറെ എന്തെല്ലാം കാണലുണ്ട്? മോട്ടു പക്രുവും വേറെ എന്തെല്ലാം കാണുന്നേ? ഞാൻ ചോട്ടാബി കാണലുണ്ട്. എന്നിട്ട് ഞാൻ ഇത് കാണലുണ്ട്. മോട്ടു പക്രുവും ചെയ്തു. വേറെ കാർട്ടൂൺ ഇല്ലേ, മങ്കീന്റെ, അത് കണ്ടു. വേറെ കൊച്ചു ടിവിയിലെല്ലാം കാണലുണ്ട്. കൊച്ചു ടിവിയിൽ എല്ലാ പരിപാടിയും കാണലുണ്ടെന്ന് അർത്ഥം അല്ലേ? ചായ കുടിച്ചാ? ചായ കുടിച്ച് തീർത്തു. എന്നിട്ട് കിടക്കുവല്ലേ? അപ്പുറത്ത് പോണം. എവിടെ? എവിടെ? ഏച്ചിയത്തുവാട്ടിന്റെ അടുത്ത് ഇനി പോണാ? അപ്പുറത്ത്
ചേച്ചി ഉം. പിന്നെ കൈ വേനെടുക്കും ഫ്രീ ആണ്. ഓക്കെ, എന്നാല് ക്ലാസ് കഴിഞ്ഞിട്ട് പോയാൽ മതിയേ. നിതാഷ കുട്ടി, പ്ലീസ് അൺമ്യൂട്ട്. ഇത് കയ്യേൽ ഇതാരുടെ ക്രിയേറ്റിവിറ്റിയാ? മൈലാഞ്ചിയാണ്. മൈലാഞ്ചിയാന്ന്? ഇതാരാ ഇട്ട് തന്നെ? അമ്മ. അമ്മ. 2 കയ്യിലും ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പത്തെ കയ്യിലിട്ടില്ല. ഇട്ടിട്ടില്ലേ? ഇല്ല, ഒരു കയ്യിലായിട്ടില്ലോ. അതെയാ? നല്ല ഭംഗിയുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട് കേട്ടാ. പെണ്ണിനെ കൊണ്ടാന്ന്. പെണ്ണിനെ കൊണ്ടാന്ന്? മൈലാഞ്ചി ഇല്ല എന്റെ വീട്ടില്. മൈലാഞ്ചി ഇടാത്ത ഇപ്പൊ മൈലാഞ്ചി ഉണ്ടാകുന്നു. ഇടണ്ട. ചില കുട്ടികൾക്കെല്ലാം അത് അലർജിയാന്ന്. എന്താ ലുബാബക്കുട്ടി? ഞാൻ ലില്ലി കാണലുണ്ട്. ലില്ലിയാ? ലില്ലി. അതെന്താ സംഭവം? കൊച്ചു ടിവി. നിങ്ങൾക്ക് ഈ കൊച്ചു ടി വി വിശേഷമേ ഉള്ളൂ പറയാനല്ലേ? ലില്ലിയും പിന്നെ സ്റ്റുവർട്ട് ലിറ്റിലും ഡോറ ബുജിയും പിന്നെ അണിപ്പണിയും പിന്നെ മിസ്റ്റർ തങ്കുവിന്റെയും പിന്നെ ജാക്കി ചാന്റെയും. അത്രയല്ലേ ഉള്ളൂ ആ കൊച്ചു ടി വിക്കകത്ത്? വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ചുരുക്കി പറയുമ്പോ അത് തേച്ചും കാണുന്നുണ്ടെന്ന് അർത്ഥം അല്ലേ? പഠിക്കുന്നുണ്ടാ? എഴുതാൻ പഠിക്കുകയെല്ലാം ചെയ്യുന്നുണ്ടോ അതിനിടയ്ക്ക്? ഇഷാനി എന്നൊന്നും പറഞ്ഞില്ലല്ലോ. കാണുന്നുണ്ട്. എന്ത്? ഡോറ ബുജിയും ഹാപ്പി കിറ്റും ബാലബിയും പിന്നെ സൂര്യലിറ്റിലും. എല്ലാരും ഇതിന്റെ ആൾക്കാരല്ലേ? ഹോംവർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാന്നോ കാണുന്നേ? ഓക്കേ, വേറെ എന്തുണ്ട്? ഇന്ന് ആരും കയറാത്തോണ്ടൊരു സുഖമില്ല അല്ലേ? അൻവിത കുട്ടി എണീറ്റ് പോവുകയും ചെയ്താ? 4 ആളേ ഉള്ളൂ, അതുകൊണ്ട് ഒരു സുഖമില്ല ക്ലാസ്. അല്ലെങ്കിൽ ഇന്ന് എത്ര പേരുടെ സ്റ്റോറി നമുക്ക് കേൾക്കേണ്ടിയായിരുന്നു? അവരുടെ എല്ലാ സ്റ്റോറി മിസ്സായില്ലേ നമുക്ക് അല്ലേ? ഓക്കെ, എന്നാൽ ബൈ. Bye. See you.